അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രേഡിൽ തന്നെ നമുക്കൊരു പ്രോപ്പ് ഫൈം അക്കൗണ്ടൊക്കെ ഈസി ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് 1:7.5 ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പീക്ക് പ്രോഫിറ്റ് വരെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പീക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. പീക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 1:12.86 റിസ്ക് റിവാർഡ് അവിടെ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു 5K അക്കൗണ്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 5K അക്കൗണ്ടാണ് നമ്മളിപ്പോൾ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് 1% ആണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ 1% എന്ന് പറയുമ്പോൾ $50 ആയിരിക്കും. ഇപ്പം നമുക്കിവിടെ കിട്ടിയ റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞാൽ 12.86 ആണ്. ഇൻറ്റു 50 ഇൻറ്റു 12.86 എന്ന് പറയുന്നത് $641 ആണ്. അപ്പോൾ നമുക്ക് ആവറേജായിട്ട് നമുക്കൊരു പ്രോപ്പ് ഫൈം പാസ്സാകാൻ വേണ്ടി വരുന്നത് 8% ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു റിസ്ക് റിവാർഡ് 8%-ന് മേളിൽ ഒരു 12% അടുപ്പിച്ച് നമുക്കിവിടെ റിവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സ്മാർട്ട് ട്രേഡർ പ്രോയും അതേപോലെ ICTയുടെ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രിയും ഉപയോഗിച്ചുകൊണ്ട് നല്ല ഒരു പെർഫെക്റ്റ് റിസ്ക് റിവാർഡ് കിട്ടുന്നൊരു ട്രേഡ് എങ്ങനെ എടുക്കാം, ഒരു ബെറ്റർ റിസ്ക് റിവാർഡ് ട്രേഡ് കിട്ടുന്ന ഹൈ പ്രൊബാബിലിറ്റി എൻട്രി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിനകത്ത് ICTയുടെ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി എന്താണെന്നും അതേപോലെ സ്മാർട്ട് ട്രേഡർ പ്രോ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് ട്രേഡ് എടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു റിസ്ക് റിവാർഡുള്ള ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ICT ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി എന്താണെന്ന് നോക്കാം. എന്തെന്ന് വെച്ചാൽ ഒരു ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ബേസ്ഡ് എൻട്രി ടെക്നിക്കാണിത്. ഇത് മാർക്കറ്റിൽ നമുക്ക് ഒരു പുൾ ബാക്കിൽ ഹൈ പ്രൊബാബിലിറ്റി എൻട്രി സോൺ കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ ട്രേഡ് എക്സിക്യൂഷൻ കൂടുതൽ കറക്റ്റാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ ടൂളിൻ്റെ ഒരു ഉപയോഗം. ഈ കാണുന്ന ഒരു ഏരിയയാണ് ഒപ്റ്റിമൽ ട്രേഡ് സോൺ. ഇതൊരു ബെയറിഷ് ട്രേഡിൻ്റെ ഒരു ഡ്രോയാണ്. ബെയറിഷ് ട്രേഡിൽ നമ്മൾ ഇങ്ങനെയായിരിക്കും ചാർട്ടിൽ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്കിത് ചാർട്ടിൽ പോയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള കാര്യം പിന്നീട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈ പ്രൊബാബിലിറ്റി എൻട്രി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സ്മാർട്ട് മണി റിട്രേസ്മെൻറ്റ് സോണിൽ മാത്രം നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ചെറിയ റിസ്കിലും വലിയൊരു റിവാർഡിലുമുള്ള ട്രേഡ് നമുക്ക് നോക്കാൻ പറ്റും. ഇത് നമ്മളിപ്പോൾ നിലവിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ICTയുടെ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി എന്ന് പറയുന്നത് നമ്മൾ സ്മാർട്ട് ട്രേഡറിൻ്റെ കൂടെ കമ്പൈൻ ചെയ്താണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചാർട്ടിൽ പോയിട്ട് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഒരു പെർഫെക്റ്റ് ട്രേഡ് എൻട്രി എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതാണ് ഈ OTൻ്റെ വാല്യൂസ് വരുന്നത്. ഇത് നമുക്ക് ഈ രീതിയിൽ ചാർട്ടിൽ ഈ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് വയ്ക്കുക. അത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൊന്ന് പറഞ്ഞുതരാം. ഇതുപോലെ നമ്മളിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഗോൾഡിൻ്റെ 5 മിനിറ്റ് ചാർട്ടിലാണ്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ടൂൾസ് എന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് ട്രേഡർ പ്രോ ഇൻഡിക്കേറ്റർ, അതേപോലെ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി, ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ. ഈ 2 ടൂൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ട്രേഡ് നോക്കുന്നത്. അതേപോലെ നമുക്ക് ഒരു ട്രേഡിൽ നമുക്ക് ഏകദേശം 1% റിസ്ക് മാത്രം കൊടുത്താൽ മതിയാവും. നമ്മൾ ചെറിയ റിസ്കിൽ വലിയൊരു റിവാർഡ് എടുക്കുന്ന ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 2 എൻട്രി മോഡലുണ്ട്. 2 രീതിയിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഒന്ന് റിട്രേസ്മെൻറ്റ് എൻട്രി, അതാണ് ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ടൂളിൽ വെച്ചിട്ടുള്ള എൻട്രി. രണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എൻട്രി ചെയ്യാം. ഡയറക്റ്റ് എൻട്രി എന്ന് വെച്ചാൽ നമുക്കൊരു സ്മാർട്ട് ട്രേഡറിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കിട്ടുമ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഒരു എൻറ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് ചാർട്ടിൽ പോയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം, എങ്ങനെയാണ് ഈ ടൂൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ICT ഒപ്റ്റിമൽ ട്രേഡ് എൻട്രിയുടെ വാല്യൂസ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചാർട്ടിൽ പോയിട്ട് നോക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു ട്രേഡിൻ്റെ അകത്ത് 2 രീതിയിലുള്ള എൻട്രി മോഡലുണ്ട്. നമുക്ക് ഈ 2 രീതിയിലുള്ള എൻട്രി എങ്ങനെ എടുക്കുക എന്നുള്ള കാര്യം അതിനുശേഷം നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ചാർട്ടിലെ വ്യൂ. സ്മാർട്ട് ട്രേഡർ പ്രോ ഇൻഡിക്കേറ്റർ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഗോൾഡിൻ്റെ ചാർട്ടിൽ 5 മിനിറ്റാണ് നമ്മൾ ടൈം ഫ്രെയിം ചൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമ്മളിവിടെ ഹയർ ടൈം ഫ്രെയിമായിട്ട് എടുത്തേക്കുന്നത് 1 ഹവറാണ്. 5 മിനിറ്റിൻ്റെ കൂടെ 1 ഹവർ ഹയർ ടൈം ഫ്രെയിം കൺഫർമേഷൻ കൂടെ നോക്കിയിട്ടായിരിക്കും നമ്മൾക്ക് ഈ സിഗ്നൽ കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടെ നമ്മൾ ICTയുടെ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രിയുടെ ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ടൂളും കൂടെ യൂസ് ചെയ്തിട്ടായിരിക്കും ഒരു ട്രേഡ് എടുക്കാൻ നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫിബിൻ്റെ വാല്യൂസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ആ വരുന്ന വാല്യൂ. ഫസ്റ്റ് കോളത്തിൽ 0, സെക്കൻഡ് -1, തേർഡ് 0.618, അടുത്തത് 0.618,
0.62, അടുത്തത് 0.705, നെക്സ്റ്റ് 0.27, നെക്സ്റ്റ് 0.79, നെക്സ്റ്റ് 1. ഈ രീതിയിൽ നമ്മൾ ഈ വാല്യൂസ് അറേഞ്ച് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ വാല്യൂസ് ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രൈസസ് ഓപ്പൺ ആക്കിയിടാം, അതുപോലെ ലെവൽസ് ഓപ്പൺ ആക്കിയിടാം. ഇവിടെ ആ വാല്യൂസ് ഓപ്പൺ ആക്കിയിടണമെങ്കിൽ ചെയ്യാം. ശേഷം ഓക്കെ കൊടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. സേവ് ആസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു നെയിം കൊടുക്കാം, OT നെയിം കൊടുത്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടെംപ്ലേറ്റ് ആയിട്ട് വന്ന് കിടക്കും. നിങ്ങൾക്കത് ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും പിന്നീട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ വാല്യൂസ് വരുന്നത്. അപ്പോൾ നമുക്കിതൊരു ചാർട്ടിൽ എങ്ങനെ നമുക്കൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കാം. നമുക്കൊരു ട്രേഡ്, ഇവിടെ ഒരു ട്രേഡ് വരുന്നുണ്ട്, ഒരു ഷോർട്ട് ട്രേഡ് വന്നു. ഓക്കെ, നമുക്കിവിടെ വന്നിരിക്കുന്ന സ്വിങ് ഹൈ എന്ന് പറയുന്ന ഈ ഒരു ലെവലാണ്. നമുക്ക് വന്നിരിക്കുന്ന ഈ ഷോർട്ട് ട്രേഡിന് ശേഷം ഒരു സ്വിങ് ലോയും ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ശേഷം മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ നടത്തി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്വിങ് ഹൈ മുതൽ ലോ വരെ ഒന്ന് വരച്ച് നോക്കാം. കാരണം നമ്മൾ ഷോർട്ട് ട്രേഡാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഫിബൊനാച്ചി ടൂൾ എടുത്തിട്ട് നമ്മളൊരു ഷോർട്ട് ട്രേഡ് ആയതുകൊണ്ട് ഈ സ്വിങ് ഹൈയിൽ നിന്നും ലോയിലേക്ക് ഡ്രോ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു ലെവലിൽ ടാപ്പായിട്ട് ഫസ്റ്റ് ലെവൽ എന്ന് വെച്ചാൽ 0.618 ടാപ്പായിട്ട് 61.80 ടാപ്പായതിനു ശേഷം മാർക്കറ്റ് റിവേഴ്സ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് നമുക്ക് സ്വിങ് ഹൈയിൽ വയ്ക്കാം. ശേഷം ഒന്നിൽ നമുക്ക് ഈ ഒരു സ്വിങ് ലോയിൽ ടാർഗറ്റ് ചെയ്യാം. മിനിമം നമുക്ക് 1:1.50 റിസ്ക് റിവാർഡെങ്കിലും കിട്ടും ഈ ഒരു ട്രേഡിൽ. ഓക്കെ, മിനിമം നമുക്കിത് എക്സ്പെക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു വാല്യൂസ് കൊടുത്തു നോക്കാം. ശേഷം നമുക്ക് മാക്സിമം പീക്ക് പ്രോഫിറ്റ് കാണിക്കുന്ന എവിടം വരെയാണോ അവിടം വരെ നമുക്ക് ട്രേഡ് ടാർഗറ്റ് ചെയ്യാം. നമുക്ക് ഈ നിലവിൽ ഈ ഒരു സെറ്റപ്പിൽ കിട്ടിയിരിക്കുന്നത് 1:1.75 ആണ്. ഓക്കെ, അതേപോലെ നമുക്ക് ഈ ഒരു ട്രേഡ് സേഫ് ആക്കണമെന്നുള്ള ഒരു രീതിയാണ് നോക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ട്രേഡ് ഈ ഒരു ലെവലിൽ ടാർഗറ്റ് എത്തുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവനിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ 1:1 റീച്ച് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസിനെ ബ്രേക്ക് ഈവനിലോട്ട് മാറ്റാം. അപ്പോൾ പല രീതിയിൽ നമുക്ക് സേഫ് ആവാൻ പറ്റും ട്രേഡ്. അതേപോലെ നമുക്ക് ഇവിടെയും ഒരു ട്രേഡ് സെറ്റപ്പ് കാണാൻ പറ്റും. ചെറിയൊരു മൂവ്മെൻറ്റാണ് നടന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്വിങ് ഹൈ ആണ്, ശേഷം ലോ മാർക്ക് ചെയ്തു, ശേഷം മാർക്കറ്റ് വന്നിട്ട് ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വന്നിട്ട് ഒരു ട്രേഡ് ഇവിടെ കിട്ടുന്നുണ്ട്. മിനിമം നമുക്ക് 1:1.5 ഇവിടെ വന്നപ്പോൾ നമുക്ക് 1:2.15 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ലെവലിൽ പീക്ക് പ്രോഫിറ്റിൻ്റെ വാല്യൂസ് കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ ഒന്നുകിൽ 1:1 റിസ്ക് റിവാർഡ് എത്തുന്ന ടൈമിൽ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവനിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് സേഫ് ആവാൻ പറ്റും. ഇതാണ് ഒരു എക്സാമ്പിൾ ട്രേഡ്. നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. ഈ രീതിയിൽ എടുക്കുന്ന OT എൻട്രി പറയുന്നത് റീട്രേസ്മെൻറ്റ് എൻട്രി എന്നാണ്. നമുക്ക് രണ്ട് രീതിയിലുള്ള എൻട്രി മെത്തേഡ് ചൂസ് ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് എൻട്രി, രണ്ട് റീട്രേസ്മെൻറ്റ് എൻട്രി. നമ്മളിപ്പോൾ ഫിബ് വാല്യൂസിൽ ടച്ച് ചെയ്ത് പോകുന്ന എൻട്രീസാണ് റീട്രേസ്മെൻറ്റ് എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു ഷോർട്ട് സിഗ്നൽ കാണിക്കുമ്പോൾ ഡയറക്റ്റ് ഇവിടെ തന്നെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഡയറക്റ്റ് എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ഡയറക്റ്റ് എൻട്രി ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ റിസ്ക് റിവാർഡ് കിട്ടുന്നത് ഈ ഫിബ് വാല്യൂസിൽ വന്നിട്ട് മാർക്കറ്റ് റീട്രേസ്മെൻറ്റ് ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുമ്പോഴുള്ള ട്രേഡാണ്. നമുക്ക് കുറച്ചുകൂടെ സെറ്റപ്സ് നോക്കാം. അത് ഇവിടെ ഒന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. മാർക്കറ്റ് ഒരു റീട്രേസ്മെൻറ്റ് ട്രേഡ് തന്നിട്ടുണ്ട്. ഏരിയയിൽ നോക്കിയാൽ സ്വിങ് ഹൈ മുതൽ ലോ വരെ ഡ്രോ ചെയ്തപ്പോൾ നമുക്ക് തേർഡ് ലൈനിൽ നമുക്ക് 79 നമുക്കൊരു മാർക്കറ്റ് അവിടം വരെ വന്നിട്ടുണ്ട്. ശേഷം മാർക്കറ്റ് റിവേഴ്സ് അയക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കുറച്ച് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിനിമം നമുക്ക് 1:3 ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ സ്വിങ് ലോയിൽ വന്നപ്പോൾ തന്നെ 1:3 ട്രേഡായി. ശേഷം നെക്സ്റ്റ് ലൈനിൽ വന്നപ്പോൾ 1:4 ആയി, അടുത്ത ലൈനിൽ 1:6 ആയി ഏകദേശം. നെക്സ്റ്റ് 1:7.5 ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പീക്ക് പ്രോഫിറ്റ് വരെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പീക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. പീക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു
1:12.86 റിസ്ക് റിവാർഡ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രേഡിൽ തന്നെ നമുക്കൊരു പ്രോപ്പ് ഫൈം അക്കൗണ്ടൊക്കെ ഈസി ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു 5K അക്കൗണ്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 5K അക്കൗണ്ടാണ് നമ്മളിപ്പോൾ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് 1% ആണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ 1% എന്ന് പറയുമ്പോൾ $50 ആയിരിക്കും. ഇപ്പം നമുക്കിവിടെ കിട്ടിയ റിവാർഡ് എന്ന് പറഞ്ഞാൽ 12.86 ആണ്. ഇൻറ്റു 50 ഇൻറ്റു 12.86 എന്ന് പറയുന്നത് $641 അപ്പോൾ നമുക്ക് ആവറേജായിട്ട് നമുക്കൊരു പ്രോപ്പ് ഫൈം പാസ്സാവാൻ വേണ്ടി വരുന്നത് 8% ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു റിസ്ക് റിവാർഡ് 8%-ന് മേളിൽ ഒരു 12% അടുപ്പിച്ച് നമുക്കിവിടെ റിവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഉള്ള ഒരു ട്രേഡ് ഈസി ആയിട്ട് നമുക്കിവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ലോസും വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു വലിയ റിസ്ക് റിവാർഡ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ആ ലോസൊന്നും വലിയൊരു കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു റിട്രേസ്മെൻറ്റ് എൻട്രിയാണ്. ഇവിടെ നമുക്ക് ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വിംഗ് ഹൈ മുതൽ ലോ വരെ വരച്ചതിന് ശേഷം ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് വന്നേക്കുന്നത്. അതിനുശേഷം നല്ലൊരു മൂവ്മെൻറ്റ് ഇവിടെ വന്നപ്പോൾ തന്നെ അത്യാവശ്യം സ്വിംഗ് ലോ ഈ ഒരു നമ്മളിപ്പം ഇതിൻ്റെ സ്വിംഗ് ലോ ആയിട്ട് എടുക്കുന്ന ഒരു ഏരിയ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ മാർക്കറ്റിൻ്റെ നമ്മൾ ഈ ഏരിയയിൽ വരുമ്പോൾ തന്നെ നമുക്ക് ട്രേഡിൻ്റെ സ്റ്റോപ്പ് ലോസിനെ ബ്രേക്ക് ഈവനിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഏരിയയിലാണ് ട്രേഡ് കിട്ടിയിരിക്കുന്നത്. ശേഷം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇതായിരിക്കും. ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസിനെ ബ്രേക്ക് ഈവനിലോട്ട് മാറ്റിയതിന് ശേഷം സേഫ് ആവാൻ പറ്റും ട്രേഡ്. ശേഷം നമുക്ക് റൈഡ് ചെയ്യാം. മാർക്കറ്റ് എവിടം വരെ പോകുന്നുള്ളത് നോക്കാം. മാർക്കറ്റ് പീക്ക് പ്രോഫിറ്റ് ഇവിടം വരെ വന്നിട്ടുണ്ട്. 2.53 വരെ നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏകദേശം കൂടുതൽ ആൾക്കാർക്ക് ഡ്രോ ചെയ്യാനുള്ള കാര്യങ്ങൾ അറിയാമായിരിക്കാം. ഈ ഒരു എൻട്രി മെത്തേഡിനെ പറയുന്നതാണ് റിട്രേസ്മെൻറ്റ് എൻട്രി മെത്തേഡ്. കുറഞ്ഞ എൻട്രീസ് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉള്ളൂ. കാരണം എപ്പോഴും നമുക്ക് ഈ ഒരു എൻട്രി കിട്ടാൻ ചാൻസ് ഇല്ല. എക്സാമ്പിൾ ഈ ഒരു മാർക്കറ്റ് നോക്കിയാൽ, ഈ ഒരു ട്രേഡ് നോക്കിയാൽ നമുക്ക് ഒരു റിട്രേസ്മെൻറ്റ് എൻട്രി ഇല്ല. കാരണം ഇവിടെ ഒരു ഡയറക്റ്റ് എൻട്രി മെത്തേഡാണ്. നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു റിവാർഡേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എന്നാലും ഇവിടെ നമുക്ക് റിട്രേസ്മെൻറ്റ് എൻട്രി പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ റിട്രേസ്മെൻറ്റ് എൻട്രി നോക്കാൻ പറ്റും. കാരണം ഇവിടുത്തെ റീസെൻറ്റ് സ്വിംഗ് ഹൈ എന്ന് പറയുന്നത് ഇതാണ്. ശേഷം മാർക്കറ്റ് ഇവിടം വരെ വന്നു. ശേഷം ഇവിടെ ഒരു റിട്രേസ്മെൻറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം ഇവിടെ നമ്മൾ ട്രേഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു റിസ്ക് റിവാർഡ് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഡ്രോ ചെയ്ത് നോക്കിയാൽ മതി ഇൻഡിക്കേറ്റർ അപ്ലൈ ചെയ്തതിന് ശേഷം. അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ 7 days ട്രയൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഈ എൻട്രീസ് എങ്ങനെ ഡിവൈഡ് ചെയ്യാന്നുള്ള കാര്യമാണ് നോക്കാം. നമുക്ക് ടോട്ടൽ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഒരു റിസ്ക് എടുക്കുന്നത് 1% ആണെന്ന് വെച്ചോ. ഒരു ട്രേഡ് നമ്മൾ ടോട്ടൽ ഒരു ട്രേഡിൽ റിസ്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 1% ആണ്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 3 ഡിവൈഡ് ചെയ്യണം. നമ്മൾ 3 രീതിയിൽ എൻട്രി നോക്കുകയാണ്. ഓക്കെ, 3 ഡിവൈഡ് ചെയ്യുന്ന ഒരു പെർസെൻറ്റേജിന് 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 0.33 വാല്യൂ കിട്ടുന്നുണ്ട്. 0.33. ഓക്കെ, 0.33% ആയിരിക്കും ഒരു ട്രേഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് 61.80. എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് ഇവിടെ ഒരു ട്രേഡ് വന്നു. ഈ ഒരു സെറ്റപ്പ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചോളൂ. നമ്മൾ ഈ ഒരു ഏരിയയാണ് 61.80. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യും. പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിൽ വയ്ക്കും. നമുക്ക് അറിഞ്ഞൂടാ മാർക്കറ്റ് ഇനി ഈ ഏരിയയിൽ പോവില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിൽക്കുകയാണ്. നമുക്കൊന്ന് റിപ്ലൈ നോക്കാം. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ ഒരു പെൻഡിങ് ഓർഡർ ആയിരിക്കും കിടക്കുന്നത്. നമ്മളിവിടെ ഒരു ഓർഡർ പ്ലേസ് ആവും, ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആവും. ശേഷം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ വയ്ക്കാം. ഓക്കെ, ശേഷം മാർക്കറ്റ് നോക്കിയാൽ ഈ ഒരു ഏരിയയിൽ ടച്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഓർഡർ ഇവിടെ പ്ലേസ് ചെയ്യും. ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നു വെച്ചാൽ നമ്മളിപ്പം അതും സെയിം ടാർഗറ്റിന് വയ്ക്കാം. നമ്മൾ ഈ ഒരു ഫസ്റ്റ് ട്രേഡ് എടുത്തല്ലോ, ആ ട്രേഡിൽ നമ്മൾ റിസ്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 0.33 ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഈ ട്രേഡ് എടുത്തു, ആ ട്രേഡിൽ നമ്മൾ റിസ്ക് ചെയ്യുന്നത് 0.33 ആയിരിക്കും. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ കിട്ടുന്ന റിവാർഡ് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇവിടെ 1:1.5 കിട്ടി, ഇവിടെ 1:1.2 കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഈ ഒരു ടച്ചായി, ഈ ഒരു ലൈനിൽ ടച്ചായി. ഓക്കെ,
അപ്പോൾ നമ്മൾ അടുത്ത നെക്സ്റ്റ് ഓർഡർ ഇവിടെ പ്ലേസ് ചെയ്യാം. സെയിം സ്റ്റോപ്പ് ലോസ്, സെയിം ടാർജറ്റ്. ഓക്കെ, നമുക്കിവിടെ കിട്ടിക്കുന്നത് 1:3.6 ആണ്. ഓക്കെ, നമുക്ക് ഈ 3 രീതിയിൽ നമുക്ക് റിസ്കിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടും ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് റീട്രേസ്മെൻറ്റ് എൻട്രി എന്ന് പറയുന്ന മെത്തേഡ്. നെക്സ്റ്റ് ഈ ഒരു മെത്തേഡ് തന്നെ നമുക്ക് അടുത്തൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡും കൂടെ ഉണ്ട്. അതാണ് സിംഗിൾ എൻട്രി മെത്തേഡ്. എന്തെന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം, അത് കുറച്ച് പേഷ്യൻസ് ആവശ്യമാണ്. നമുക്ക് ഈ ഒരു ലൈനിൽ അല്ലെങ്കിൽ ഈ ഒരു മിഡിൽ ലൈനിൽ ടച്ച് ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ട്രേഡ് പ്ലേസ് ചെയ്യാം. എക്സാമ്പിൾ, അപ്പോൾ നമുക്ക് ഒറ്റ ട്രേഡ് ആയിരിക്കും, നമ്മൾ ഈ ഒരു ഒറ്റ ട്രേഡിൽ 1% ഫുള്ളായിട്ട് റിസ്ക് ചെയ്യും. ആ രീതിയിൽ നമുക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഡയറക്റ്റ് എൻട്രി മെത്തേഡാണ്. അത് നമുക്ക് അവിടെ വരുന്ന കൂടുതൽ എൻട്രീസ് ഉണ്ടായിരിക്കും, പക്ഷേ റിസ്ക് റിവാർഡ് കുറവായിരിക്കും, ലോ റിവാർഡായിരിക്കും. അതെങ്ങനെയെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ട്രേഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ ഒരു ട്രേഡ് വന്നു, നമുക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ ഡയറക്റ്റ്ലി എൻ്റർ ആവാം. സ്റ്റോപ്പ് ലോസ് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി പീക്ക് പ്രോഫിറ്റ് വരെ നമുക്ക് റൈഡ് ചെയ്യാം. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്രേഡ് കിട്ടുന്നുണ്ട്. പക്ഷേ കമ്പയറിങ് ടു നമ്മളിപ്പോൾ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രിയിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് റിവാർഡ് വളരെ കുറവായിരിക്കും. നമ്മളിപ്പം ഈ ഒരു മെത്തേഡ് സെയിം OTEയിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ വന്ന് ഡ്രോ ചെയ്യും. സ്വിങ് ഹൈ മുതൽ ലോ വരെ ഡ്രോ ചെയ്യുമ്പോൾ ഇതാണ് ലോ വരുന്നത്, റീസെൻ്റ് ലോ എന്ന് പറയുന്നതായിരിക്കും. മാർക്കറ്റ് ഇത് ഇവിടെ നിന്ന് ടച്ച് ചെയ്തു, നമുക്ക് ഇവിടെ നിന്നൊരു ട്രേഡ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ശേഷം നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസ് മേളിൽ വയ്ക്കുന്നു. ടേക്ക് പ്രോഫിറ്റ് നമ്മൾ ഇവിടെ പീക്ക് പ്രോഫിറ്റ് വരെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം 1:5 റിസ്ക് റിവാർഡ് കിട്ടി. നമുക്ക് നേരത്തെ കിട്ടിയത് 1:2 ആണ്. നമ്മൾ ഈ OTE വെച്ചിട്ട് റിട്രേസ്മെൻറ്റ് ട്രേഡ് എടുത്തപ്പോൾ നമുക്ക് 1:5 കിട്ടി. അപ്പോൾ അതാണ് ഒരു ഡിഫറൻസ്. അപ്പോൾ നമുക്ക് എപ്പോഴും റിട്രേസ്മെൻറ്റ് എൻട്രിയിൽ ഹൈ റിവാർഡായിരിക്കും കിട്ടുന്നത്. ഡയറക്റ്റ് എൻട്രിയിൽ നമ്മൾക്ക് എപ്പോഴും ലോ റിവാർഡായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിലായിരിക്കും നമുക്ക് ട്രേഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് സ്മാർട്ട് ട്രേഡർ പ്രോയും അതേപോലെ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രിയും കമ്പൈൻ ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റുന്ന ട്രേഡ് മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ട്രയൽ പീരീഡ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഈ രീതിയിലായിരിക്കും എൻട്രീസ് വരുന്നത്. അപ്പോൾ നമുക്കിത് എല്ലാ മാർക്കറ്റിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതിയാവും. ടൈം ഫ്രെയിം ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ടൈം ഫ്രെയിം ചൂസ് ചെയ്യുക. സ്മാർട്ട് ട്രേഡറിൻ്റെ സെറ്റിങ്സിൽ വന്നിട്ട് ടൈം ഫ്രെയിം ചൂസ് ചെയ്തിട്ട് ഹയർ ടൈം ഫ്രെയിം കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഒരു 5 മിനിറ്റ് ആണെങ്കിൽ 1 അവർ ഹയർ ടൈം ഫ്രെയിം കൊടുക്കാം. 15 മിനിറ്റ് ആണെങ്കിലും 1 അവർ കൊടുക്കാം, അല്ലെങ്കിൽ 4 അവർ ട്രൈ ചെയ്ത് നോക്കാം. 1 അവർ ആണെങ്കിൽ 4 അവറിന് മേളിൽ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ 4 അവർ ആണെങ്കിൽ ഡെയിലി വീക്കിലി ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്ന സെറ്റിങ്സ്. അതായത് 1 മിനിറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് 1 അവറൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. സ്മാർട്ട് ട്രേഡർ പ്രോയും അതേപോലെ ICTയുടെ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രിയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി എങ്ങനെ ഒരു എൻട്രി ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്റ്റ് ചെയ്യാം.